അമ്മയെപ്പറ്റി പറഞ്ഞ് സങ്കടപ്പെടുന്ന സച്ചിനെ ആശ്വസിപ്പിക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് ഞാൻ സച്ചിയേട്ടൻ്റെ ഭാര്യ മാത്രമല്ല സഹോദരിയും അമ്മയും കൂട്ടുകാരിയും എല്ലാമാണെന്നും നഷ്ടപ്പെട്ട സ്നേഹമെല്ലാം ചേർത്ത് ഞാൻ സച്ചിയേട്ടനെ സ്നേഹിക്കുമെന്നും പറഞ്ഞ് രേവതി സച്ചിനെ ചേർത്ത് പിടിക്കുകയും സച്ചിനെ മടിയിൽ കെടുത്തുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും തിരികെ വീട്ടിലെത്തുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ കട തുറക്കണമെന്ന് സച്ചി രേവതിയോട് പറയുന്നത് കേട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും ആ പൂക്കട എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണമെന്ന് രവീന്ദ്രനോട് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സച്ചിയും രവീന്ദ്രനും ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു. പിന്നീട് അകത്തെത്തുന്ന ചന്ദ്രമതി ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വന്ന് ശ്രുതിക്ക് ചെയിനൊക്കെ ഗിഫ്റ്റായി കൊടുത്തുവെന്നും ശ്രുതി ആരാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായി കാണുമെന്നും പറയുമ്പോൾ ഇവൾ ആരാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാണെന്ന് സച്ചി പറയുന്നു. തുടർന്ന് മുറിയിലേക്ക് പോകാനൊരുങ്ങുന്ന രേവതിയോട് നിന്റെ സുഖവാസമൊക്കെ തീർന്നുവെന്നും ഇത് എൻ്റെ വീടാണെന്നും ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണമെന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നു. ഇത് കാണുന്ന സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു. ശേഷം എനിക്ക് സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിയോട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മുറി കൂടി പണിയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രമതി അങ്ങനെ വന്നാൽ രേവതിയെ മുറിയിൽ നിന്നും പുറത്താക്കി ഹാളിൽ കിടത്താനുള്ള എൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുന്നു. പിന്നീട് ചന്ദ്രമതി രേവതിനെ അപമാനിക്കുന്ന കേൾക്കുന്ന സച്ചി ചന്ദ്രമതിയുടെ കോഫിയിൽ പഞ്ചസാര വാരിയിട്ട് ചന്ദ്രമതിക്ക് പണി കൊടുക്കുന്നു. തുടർന്ന് ചന്ദ്രമതിക്ക് രേവതി കോഫി കൊടുക്കുകയും അത് കുടിക്കുന്ന ചന്ദ്രമതി ഈ വീട്ടിലെ പഞ്ചസാര മുഴുവൻ ഇത് വാരിയിട്ടോ എന്ന് ചോദിച്ചു രേവതിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഷുഗർ ആണെന്നും അതുകൊണ്ട് മധുരം ഒരുപാട് തോന്നുന്നതെന്നും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും സച്ചി പറയുന്നു. ഇത് കേട്ട് മധുരം കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ചന്ദ്രമതി ആ കോഫി ഒറ്റ വലിക്ക് കുടിക്കുന്നു. പിന്നീട് ചന്ദ്രമതി വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഭാമ ചന്ദ്രമതിയുടെ വീട്ടിലെത്തുന്നു. തുടർന്ന് പൂക്കടയുടെ കാര്യം പറയുന്ന ഭാമയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു. ശേഷം എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ടെന്നും നമുക്ക് മുറിയിലേക്ക് പോകാമെന്നും പറഞ്ഞ് ചന്ദ്രമതി വർഷയുടെ മുറിയിലെത്തുമ്പോൾ വർഷ മുറിയുടെ വാതിലടയ്ക്കുന്നു. തുടർന്ന് ഇരുവരും ശ്രുതിയുടെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇതേ സമയം ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കുന്ന ശ്രുതിയോട് ശ്രുതി ദേഷ്യപ്പെടുന്നു. ഇത് കേട്ട് ചന്ദ്രമതിയും ഭാമയും മുറിയുടെ വാതിക്കൽ എത്തുന്നു. തുടർന്ന് ആരെങ്കിലും കേൾക്കുമെന്ന് പറഞ്ഞ് ശ്രുതി മുറിയുടെ വാതിലടയ്ക്കുന്നു. പിന്നീട് രേവതി അടുക്കളയിലാണെന്ന് നമുക്ക് അവിടെ മുറിയിൽ പോകാമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഭാമേനെയും കൂട്ടി അവിടെ എത്തുമ്പോൾ മുറിയിൽ കിടക്കുന്ന സച്ചിയെ കാണുന്നു. തുടർന്ന് ഞങ്ങൾക്ക് തനിയെ സംസാരിക്കണമെന്ന് പറയുന്ന ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുകയും മുറിയിൽ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നു. ശേഷം ചന്ദ്രമതിനെ കളിയാക്കുന്ന ഭാമയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.